സഹോദരന്മാരെക്കാൾ. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യവും 5-ാം അധ്യായം 2-ാം വാക്യവുമാണ് നാം ചിന്തിക്കുന്നത്. 2 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഈ 2 വാക്യങ്ങളുടെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. എബേസ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, വ്യസനത്തിന് നടുവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ മാന്യനാക്കി. യഹൂദ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങിയാൽ സ്ഥിതി ദൈവം മാറ്റുന്നു. കർത്താവേ, അത്ഭുതം ചെയ്യണം. മാന്യത, പ്രബലമാകുന്ന ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.